സിമ്പിൾ നോട്ട്സിന്റെ +1 പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ഒന്നാമത്തെ വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ വീഡിയോയിൽ പൊളിറ്റിക്കൽ സയൻസുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. രാഷ്ട്രം, ഗവൺമെന്റ്, രാഷ്ട്രമീമാംസ, ജനാധിപത്യം തുടങ്ങിയ പ്രധാന ആശയങ്ങൾ ചർച്ച ചെയ്യുന്ന ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. Political science. The term politics is derived from the Greek word polis, which means city, state. In the ancient period, political science was the study of the state. രാഷ്ട്രമീമാംസ, രാഷ്ട്രീയം അഥവാ പൊളിറ്റിക്സ് എന്ന പദം രൂപം കൊണ്ടത് പൊളിസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ്. ഇതിന്റെ അർത്ഥം നഗര രാഷ്ട്രം എന്നാകുന്നു. ആദ്യകാലങ്ങളിൽ പൊളിറ്റിക്കൽ സയൻസ് രാഷ്ട്രങ്ങളെക്കുറിച്ചുള്ള പഠനം ആയിരുന്നു. മീനിങ് ഓഫ് പൊളിറ്റിക്കൽ സയൻസ്: സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ്. ആദ്യകാലങ്ങളിൽ രാഷ്ട്രവും ഗവൺമെന്റും പൊളിറ്റിക്കൽ സയൻസിന്റെ പഠന വിഷയമായി. സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം, സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ ബിഹേവിയർ. തുടർന്ന് കാലാന്തരത്തിൽ അത് രാഷ്ട്രീയ വ്യവസ്ഥയെക്കുറിച്ചുള്ള പഠനവും രാഷ്ട്രീയ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനവും ആയി മാറി. സ്റ്റഡി ഓഫ് പൊളിറ്റിക്കൽ പവർ. ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ് മുഖ്യമായും അധികാര രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഠനം ആകുന്നു. ഫാദർ ഓഫ് പൊളിറ്റിക്കൽ സയൻസ്. പൊളിറ്റിക്കൽ സയൻസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിലാണ്. ഹിസ് ഫേമസ് ബുക്ക്, അദ്ദേഹത്തിന്റെ പ്രസിദ്ധ പുസ്തകമാണ് ദി പൊളിറ്റിക്സ്. എലമെന്റ്സ് ഓഫ് സ്റ്റേറ്റ്. ഒരു രാഷ്ട്രം, അതിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് പരിശോധിച്ച് നോക്കാം. പോപ്പുലേഷൻ, ടെറിട്ടറി, ഗവൺമെന്റ്, സോവറിറ്റി. ജനസംഖ്യ, ഭൂപ്രദേശം, ഗവൺമെന്റ്, പരമാധികാരം. ഈ 4 ഘടകങ്ങൾ ചേർന്നാൽ മാത്രമേ ഒരു പ്രദേശത്തെ രാഷ്ട്രമായി കണക്കാക്കുവാൻ സാധിക്കുകയുള്ളൂ. വാട്ട് ഈസ് എ ഗവൺമെന്റ്? എന്താണ് ഒരു ഗവൺമെന്റ്? ഇറ്റ്സ് എൻ ഇൻസ്ട്രുമെന്റ് ത്രൂ വിച്ച് വിൽ ഓഫ് ദി സ്റ്റേറ്റ് ഈസ് ഫോർമുലേറ്റഡ്, എക്സ്പ്രസ്ഡ് ആൻഡ് റിയലൈസ്ഡ്. രാഷ്ട്രത്തിന്റെ കാര്യങ്ങൾ രൂപീകരിക്കുകയും പ്രകടിപ്പിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്യുന്ന ഒരു ഉപകരണമാണ് ഗവൺമെന്റ്. ഒരു ഗവൺമെന്റിന്റെ 3 വിഭാഗങ്ങൾ, 3 ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ സമിതി, നീതിന്യായ വകുപ്പ്. എന്താണ് ലെജിസ്ലേച്ചർ? നിയമനിർമ്മാണ വകുപ്പ്. ലോ മേക്കിംഗ് ഓർഗൻ ഓഫ് ദി ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ നിയമനിർമ്മാണം നടത്തുന്ന വിഭാഗം. രാഷ്ട്രത്തിന് ആവശ്യമായ നിയമങ്ങൾ നിയമനിർമ്മാണ സഭ തയ്യാറാക്കുന്നു. നിയമനിർമ്മാണ സഭയ്ക്ക് ഉദാഹരണമാണ് ഇന്ത്യൻ പാർലമെന്റ്, ബ്രിട്ടീഷ് പാർലമെന്റ്, അമേരിക്കൻ കോൺഗ്രസ്. എക്സിക്യൂട്ടീവ് അഥവാ കാര്യനിർവഹണ വിഭാഗം. പ്രധാനപ്പെട്ട പ്രവർത്തനം ലോ ഇംപ്ലിമെന്റേഷൻ. കാര്യനിർവഹണ സമിതി നിയമങ്ങൾ നടപ്പിലാക്കുന്നു. Then there are 2 types of executive, political and permanent. എക്സിക്യൂട്ടീവുകളെ നമ്മൾക്ക് 2ആയി തിരിക്കാം. രാഷ്ട്രീയപരമായ എക്സിക്യൂട്ടീവ്, അതോടൊപ്പം തന്നെ സ്ഥിരമായ എക്സിക്യൂട്ടീവ്. രാഷ്ട്രീയപരമായ എക്സിക്യൂട്ടീവുകൾക്ക് ഉദാഹരണമാണ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രധാനമന്ത്രി, മന്ത്രിമാർ തുടങ്ങിയവർ. സ്ഥിരം എക്സിക്യൂട്ടീവിന് ഉദാഹരണമാണ് ഉദ്യോഗസ്ഥന്മാർ. പെർമനന്റ് എക്സിക്യൂട്ടീവ്, അവരെ അറിയപ്പെടുന്നത് ബ്യൂറോക്രാറ്റ്സ് എന്നാണ്. ദേ കണ്ടിന്യൂ ഇൻ ദിയർ ഓഫീസ് ടിൽ ദിയർ റിട്ടയർമെന്റ് ഏജ്. ജുഡീഷ്യറി, നീതിന്യായ വകുപ്പ്. ലോ അഡ്ജുഡിക്കേറ്റിംഗ് ഓർഗൻ ഓഫ് ഗവൺമെന്റ്. നിയമങ്ങളിലെ അപാകതകൾ പരിഹരിക്കുന്ന ഗവൺമെന്റിലെ വിഭാഗം. ഇറ്റ് എൻഷുവേഴ്സ് ജസ്റ്റിസ് ടു ഓൾ. ജനങ്ങൾക്ക് നീതി ഉറപ്പുവരുത്തുന്ന സ്ഥാപനമാണ് ജുഡീഷ്യറി. സുപ്രീം കോർട്ട്, ഹൈക്കോർട്സ്, ഡിസ്ട്രിക്ട് കോർട്സ്, സബോർഡിനേറ്റ് കോർട്സ്. ഇന്ത്യയിലെ കോടതികൾ ഏറ്റവും ഉയർന്ന തലത്തിൽ സുപ്രീം കോടതി, സംസ്ഥാനങ്ങളിൽ ഹൈക്കോടതികൾ, ജില്ലാതലത്തിൽ ജില്ലാ കോടതികൾ,
കീഴ്ക്കോടതികൾ. കോൺസ്റ്റിറ്റ്യൂഷൻ അഥവാ ഭരണഘടന. ഇറ്റ് ഈസ് ദി ഫണ്ടമെന്റൽ ലീഗൽ ഡോക്യുമെന്റ് ഓഫ് എ സ്റ്റേറ്റ്. ഒരു രാജ്യത്തെ മൗലികമായ നിയമപരമായ രേഖ. കോൺസ്റ്റിറ്റ്യൂഷൻ ഡിഫൈൻസ് സ്ട്രക്ചർ ഓഫ് ദി സ്റ്റേറ്റ്, പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് ഓഫ് ദി ഗവൺമെന്റ്, റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഓഫ് ദി ഇൻഡിവിജ്വൽസ്. ഒരു രാഷ്ട്രത്തിന്റെ ഘടനയും ഗവൺമെന്റിന്റെ അധികാരങ്ങളും പ്രവർത്തനങ്ങളും ജനങ്ങളുടെ അവകാശങ്ങളും കടമകളും ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട ഒരു രേഖയാണ് ഭരണഘടന എന്നറിയപ്പെടുന്നത്. ലോങ്സ്റ്റ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി വേൾഡ്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ലോകത്തെ ഏറ്റവും വലിയ ഭരണഘടന ഇന്ത്യൻ ഭരണഘടനയാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് 395 ആർട്ടിക്കിൾസ്, 22 പാർട്സ് ആൻഡ് 12 ഷെഡ്യൂൾസ്. ഇന്ത്യൻ ഭരണഘടനയിൽ 395 വകുപ്പുകളും 22 ഭാഗങ്ങളും 12 പട്ടികകളും ഉൾപ്പെടുന്നു. എക്സാമ്പിൾ ഫോർ അൺറിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ബ്രിട്ടീഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. എഴുതപ്പെടാത്ത ഭരണഘടനയ്ക്ക് ഉദാഹരണമാണ് ബ്രിട്ടീഷ് ഭരണഘടന. ഫണ്ടമെന്റൽ റൈറ്റ്സ്, മൗലിക അവകാശങ്ങൾ. റൈറ്റ്സ് വിച്ച് ആർ ഗ്യാരണ്ടീഡ് ബൈ ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന ഉറപ്പുവരുത്തുന്ന അവകാശങ്ങൾ. റൈറ്റ് ടു ഈക്വാലിറ്റി, ആർട്ടിക്കിൾസ് 14 to 18. റൈറ്റ് ടു ഫ്രീഡം, ആർട്ടിക്കിൾസ് 19 to 22. റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ, ആർട്ടിക്കിൾസ് 23 and 24. Right to freedom of religion, articles 25 to 28. Cultural and educational rights of minorities, articles 29 and 30. Right to constitutional remedies, article 32. സമത്വത്തിനുള്ള അവകാശം, വകുപ്പുകൾ 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയുള്ള വകുപ്പുകൾ. ചൂഷണത്തിന് എതിരെയുള്ള അവകാശം 23, 24 വകുപ്പുകൾ. മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 25 മുതൽ 28 വരെയുള്ള വകുപ്പുകൾ. ന്യൂനപക്ഷങ്ങളുടെ സാംസ്കാരികപരവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, വകുപ്പുകൾ 29, 30. ഭരണഘടനാപരമായ പരിഹാര മാർഗങ്ങൾ, വകുപ്പ് 32. ഡെമോക്രസി, ജനാധിപത്യം. റൂൾ ഓഫ് ദി പീപ്പിൾ ഓർ പവർ ഓഫ് ദി പീപ്പിൾ. ജനാധിപത്യം എന്നാൽ ജനങ്ങളുടെ അധികാരം അല്ലെങ്കിൽ ജനങ്ങളുടെ ഭരണം എന്നാണ് അർത്ഥം. 2 types ഓഫ് ഡെമോക്രസി, ഡയറക്റ്റ് ഡെമോക്രസി, ഇൻഡയറക്റ്റ് ഡെമോക്രസി. ജനാധിപത്യം 2 വിധം, പ്രത്യക്ഷ ജനാധിപത്യവും പരോക്ഷ ജനാധിപത്യവും. ഡയറക്റ്റ് ഡെമോക്രസി, പ്രത്യക്ഷ ജനാധിപത്യം. പീപ്പിൾ ഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. എക്സാമ്പിൾ, ആൻഷ്യന്റ് ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സ്, മോഡേൺ സ്വിറ്റ്സർലാൻഡ്, ഗ്രാമസഭാസ് ഇൻ ഇന്ത്യ. ജനങ്ങൾ നേരിട്ട് തീരുമാനമെടുക്കുന്ന പ്രക്രിയയിൽ പങ്കെടുക്കുകയാണെങ്കിൽ അതിന് പ്രത്യക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ഉദാഹരണം, പഴയകാലത്തെ ഗ്രീക്ക് നഗരരാഷ്ട്രങ്ങൾ, ആധുനിക സ്വിറ്റ്സർലാൻഡ്, നമ്മുടെ ഗ്രാമസഭകൾ. ഇൻഡയറക്റ്റ് ഡെമോക്രസി, പരോക്ഷ ജനാധിപത്യം. പീപ്പിൾ ഇൻഡയറക്ട്ലി പാർട്ടിസിപ്പേറ്റ് ഇൻ ദി ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്, that is through their representatives. Many of the modern states are following indirect democracy. ജനങ്ങൾക്ക് പകരം ജനപ്രതിനിധികളാണ് പങ്കെടുക്കുന്നതെങ്കിൽ അതിനെ പരോക്ഷ ജനാധിപത്യം എന്ന് പറയുന്നു. ആധുനിക ലോകരാഷ്ട്രങ്ങൾ മിക്കവയും പരോക്ഷ ജനാധിപത്യമാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ കണ്ടക്ട്സ് ഇലക്ഷൻസ് ഇൻ ഇന്ത്യ. ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുകുമാർ സെൻ.
പ്രസന്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ സുനിൽ അറോറ. ഇന്ത്യയിൽ ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനായി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ. ടൈപ്സ് ഓഫ് എക്സിക്യൂട്ടീവ്. Systems based on the principles of collective leadership. Parliamentary semi-presidential. Systems based on individual leadership. Presidential. കൂട്ടായ നേതൃത്വത്തെ അടിസ്ഥാനമാക്കി എക്സിക്യൂട്ടീവുകളെ രണ്ടായി തിരിക്കാം. പാർലമെന്ററി ഗവൺമെന്റ്, അർദ്ധ പ്രസിഡൻഷ്യൽ ഗവൺമെന്റ്. ഒരു പ്രസിഡന്റ് വ്യവസ്ഥയിൽ എല്ലാ എക്സിക്യൂട്ടീവ് അധികാരങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിക്കുന്നതായിരിക്കും. പാർലമെന്ററി സിസ്റ്റം, പാർലമെന്ററി സമ്പ്രദായം. ക്ലോസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലെജിസ്ലേച്ചർ ആൻഡ് എക്സിക്യൂട്ടീവ്. നിയമനിർമ്മാണ സഭയും കാര്യനിർവഹണ സമിതിയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ടാകും. പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. എക്സാമ്പിൾ ഇന്ത്യ, ബ്രിട്ടൻ. പ്രധാനമന്ത്രിയും മന്ത്രിമാരും പാർലമെന്റിനോട് ഉത്തരവാദിത്തപ്പെട്ടവർ ആയിരിക്കും. ഉദാഹരണം ഇന്ത്യ, ബ്രിട്ടൻ. സെമി പ്രസിഡൻഷ്യൽ സിസ്റ്റം, അർദ്ധ പ്രസിഡന്റ് വ്യവസ്ഥ. പ്രൈം മിനിസ്റ്റർ ആൻഡ് മിനിസ്റ്റേഴ്സ് ആർ റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. സെമി പ്രസിഡന്റ് വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിയും മന്ത്രിമാരും സഭയോട് ഉത്തരവാദിത്തപ്പെട്ടവരായിരിക്കും. പ്രസിഡന്റ് മേ പൊസസ് സം ഡേ ടു ഡേ പവേഴ്സ്. പ്രസിഡന്റിന് ദൈനംദിന ഭരണാധികാരം ഉണ്ടായിരിക്കും. എക്സാമ്പിൾ റഷ്യ, ഫ്രാൻസ്, ശ്രീലങ്ക. പ്രസിഡൻഷ്യൽ സിസ്റ്റം, പ്രസിഡന്റ് വ്യവസ്ഥ. ഓൾ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആർ വെസ്റ്റഡ് ഇൻ ദി ഹാൻഡ്സ് ഓഫ് ദി പ്രസിഡന്റ്. പ്രസിഡന്റ് വ്യവസ്ഥയിൽ എക്സിക്യൂട്ടീവ് അധികാരം പൂർണ്ണമായും പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കും. പ്രസിഡന്റ് ഈസ് നോട്ട് റെസ്പോൺസിബിൾ ടു ദി ലെജിസ്ലേച്ചർ. പ്രസിഡന്റിന് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല. എക്സാമ്പിൾസ് USA ആൻഡ് ലാറ്റിൻ അമേരിക്കൻ കൺട്രീസ്. Unitary and federal governments. On the basis of division of power, governments can be classified into unitary and federal. അധികാര വിഭജനം അടിസ്ഥാനമാക്കി ഗവൺമെന്റുകളെ യൂണിറ്ററി ഗവൺമെന്റ് എന്നും ഫെഡറൽ ഗവൺമെന്റ് എന്നും രണ്ടായി തിരിക്കാം. യൂണിറ്ററി ഗവൺമെന്റ്. ഓൾ പവേഴ്സ് ആർ കോൺസെൻട്രേറ്റഡ് ഇൻ സിംഗിൾ സെൻട്രൽ ഗവൺമെന്റ്. എക്സാമ്പിൾ ബ്രിട്ടൻ. യൂണിറ്ററി ഗവൺമെന്റിൽ എല്ലാ അധികാരങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമായിരിക്കും. ഉദാഹരണം ബ്രിട്ടൻ. ഫീച്ചേഴ്സ് ഓഫ് എ ഫെഡറേഷൻ. ഒരു ഫെഡറേഷന്റെ പ്രത്യേകതകൾ. 2 sets ഓഫ് പോളിറ്റീസ്, 2 sets ഓഫ് ഐഡന്റിറ്റീസ് ആൻഡ് ലോയൽറ്റീസ്, റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇൻഡിപെൻഡന്റ് ജുഡീഷ്യറി. എക്സാമ്പിൾ USA. 2 വിധത്തിലുള്ള രാഷ്ട്രീയ ഘടന, 2 തരത്തിലുള്ള സ്വത്വങ്ങളും വിധേയത്വവും. ഭരണഘടനാ മേധാവിത്വം, സ്വതന്ത്രമായ ജുഡീഷ്യറി. ഉദാഹരണം അമേരിക്ക. ഇന്ത്യയിൽ കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളുമുണ്ട്. ഇന്ത്യക്ക് ഒരു അർദ്ധ ഫെഡറേഷന്റെ സ്വഭാവമാണുള്ളത്. ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആണെന്ന് ഭരണഘടനയുടെ 1-ാം വകുപ്പ് പറയുന്നു. ആർട്ടിക്കിൾ 1 states that India, that is Bharat, shall be a union of states. Thank you.